നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ. ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം അരങ്ങേറിയ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിലാണ് നടപടി. മനുഷ്യരാശിക്ക് എതിരായ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞെന്നാണ് കോടതി നിരീക്ഷണം. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ നീണ്ട പ്രക്ഷോഭത്തിൽ 1400ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് UN കണക്ക്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകിയ നടപടി ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ബംഗ്ലാദേശ് ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിബദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം. ബംഗ്ലാദേശിന്റെ സ്ഥിരത, സമാധാനം, ജനാധിപത്യം എന്നിവയ്ക്ക് എല്ലാ കക്ഷികളുമായും ആശയവിനിമയം തുടരും എന്നും ഇന്ത്യ വ്യക്തമാക്കി. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കേസിന് കുറ്റവാളികളെ കൈമാറുള്ള ഉടമ്പടി ബാധകമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2024 ജൂലൈയിലുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് 5 രാജിവെച്ച് നാടുവിട്ട ഹസീന അന്നു മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത്. തനിക്ക് വധശിക്ഷ നൽകിയ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണലിന്റെ വിധി പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജനാധിപത്യപരമായ അധികാരമില്ലാത്ത ഒരു വ്യാജ ട്രിബ്യൂണലാണ് ഈ വിധി പുറപ്പെടുവിച്ചതെന്നും ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ പ്രതികരിച്ചു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും മുൻ ആഭ്യന്തരമന്ത്രി അബ്ദുൽ സമാൻ ഖാൻ കമാലിനെയും ഇന്ത്യ ഉടൻ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി കൈമാറ്റ കരാർ പ്രകാരം 2 കുറ്റവാളികളെയും കൈമാറണമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകുന്ന സൗഹൃദപരമല്ലാത്ത പ്രവൃത്തിയും നീതിയോടുള്ള അവഗണനയുമായി കണക്കാക്കുമെന്നും ഇന്നോ നാളെയോ രേഖാമൂലം ഇന്ത്യയുടെ ആവശ്യം ഉന്നയിക്കുമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൽ ഇടപെട്ട് ഹൈക്കോടതി. വിഷയത്തിൽ വൈഷ്ണവ് നൽകിയ അപ്പീൽ 19 ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. 2 ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ ഹൈക്കോടതി ഇടപെടുമെന്നും മറ്റ് നടപടികളെടുക്കുമെന്നും വ്യക്തമായിട്ടുണ്ട്. 24 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കരുതെന്നും വെറും രാഷ്ട്രീയം കളിക്കരുതെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. വൈഷ്ണവിയുടെ സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ച ശേഷമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിപ്പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടറ ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന് CPM നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത നടപടിയിൽ CPMനെ രൂക്ഷമായി വിമർശിച്ച് പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിൽ. 24 വയസ്സ് പ്രായമുള്ള കന്യാംഗത്തിന് ഇറങ്ങുന്ന ഒരു KSUക്കാരുടെ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു പിണറായിസ്റ്റുകളെ എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയും സംവിധാനമായ VM ബിനുവിന് വോട്ടില്ല. പുതിയ പട്ടികയിലാണ് VM ബിനുവിന് വോട്ടില്ലെന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. 45 വർഷമായി വോട്ട് ചെയ്യുന്ന ആളാണെന്നും ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാൻ തനിക്ക് വോട്ടവകാശം നിഷേധിക്കാൻ ആർക്കാണ് അവകാശമെന്നും കോഴിക്കോട് കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥി VM ബിനു. ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്നും ബിനു ചോദിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്ക് വോട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നും ബിനു കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രചരണങ്ങൾക്ക് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാൻ അറിയിച്ചു. ആധുനിക സാങ്കേതിക വിദ്യകളുടെ വ്യാജ ചിത്രങ്ങളും ശബ്ദ സന്ദേശങ്ങളും തെറ്റായ വിവരങ്ങളും നിർമ്മിക്കുന്നതും അവ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഉപയോഗിക്കുന്നതിനുമെതിരെ ശക്തമായ നടപടികളുണ്ടാവുമെന്നും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചരണം നടത്തുന്നവരും ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു. ഞായറാഴ്ച മരിച്ചനിലയിൽ കണ്ടെത്തിയ പയ്യന്നൂർ ഏറ്റുകുടുക്ക സ്വദേശി BLO അനീഷ് ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചു. പള്ളിമുക്ക് ലൂർദ് മാതാ കത്തോലിക്ക പള്ളി സെമിത്തേരിയിലായിരുന്നു ചടങ്ങുകൾ. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പയ്യന്നൂർ MLA മധുസൂദൻ, CPM നേതാവ് EP ജയരാജൻ, CPM കണ്ണൂർ ജനറൽ സെക്രട്ടറി KK രാഗേഷ്, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് അതികഠിനമായ ജോലിഭാരമുണ്ടെന്നും ഒരാളുടെയും വോട്ടവകാശം ഇല്ലാതാക്കരുതെന്നും സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിയമ പോരാട്ടത്തിലാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BLOയുടെ മരണത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദം എന്ന ആരോപണം അസംബന്ധമാണെന്നും ഈ ആരോപണം BJPയെ സഹായിക്കാനാണെന്നും പ്രതിപക്ഷ നേതാവ് അടക്കം ചെയ്യുന്നത് അത്ര സഹായമാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ നിർണായക ശബ്ദ സന്ദേശം പുറത്തുവിട്ട് ജില്ലാ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. അനീഷും കോൺഗ്രസ് BLO വൈശാഖം തമ്മിലുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തുവിട്ടത്. വീടുകൾ തോറുമുള്ള SIR ഫോറം വിതരണത്തിൽ വൈശാഖിനൊപ്പം കൂട്ടുനിന്ന് CPM ഭീഷണിപ്പെടുത്തിയതായും ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു. കടുത്ത ജോലി സമ്മർദ്ദത്തിൽ പ്രതിഷേധിച്ച് BLOമാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസിലേക്കും കളക്ടറേറ്റിലേക്കുമാണ് മാർച്ച് നടത്തിയത്. BLOമാർക്ക് ടാർഗറ്റ് ഉണ്ടെന്ന് തെളിയിക്കുന്ന സന്ദേശം പുറത്ത്. പത്തനംതിട്ട ജില്ലയിലെ BLOമാർക്ക് ഒരു ERO അയച്ച സന്ദേശമാണ് പുറത്തു വന്നത്. അവധിയെടുക്കാൻ പാടില്ല, ടാർഗറ്റ് കൃത്യമാക്കണം, സംസ്ഥാന ശരാശരിക്ക് താഴെ പോകരുത്, SIR പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയാൽ അച്ചടക്ക നടപടിയുണ്ടാകും എന്നീ മുന്നറിയിപ്പുകൾ നൽകുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന സന്ദേശം. പ്രാദേശിക നേതാക്കൾ അധിക്ഷേപിച്ചാരോപിച്ച് ആത്മഹത്യ നടത്തിയ നെടുമങ്ങാട്ട് മഹിളാ മോർച്ച നേതാവ് ശാലിനി സലിനെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി
പരങ്ങോട്ടയില വാർഡിലെ ശാലിനി സനിൽ ജനവിധി തേടുക കഴിഞ്ഞ ദിവസമാണ് മഹിളാ മോർച്ച നടത്തിയ ജില്ലാ സെക്രട്ടറി ശാലിനി സനിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പ്രാദേശിക നേതാക്കളുടെ വ്യക്തിഹത്യയും അധിക്ഷേപവുമാണ് ആത്മഹത്യ ശ്രമത്തിന് കാരണമായെന്നാണ് ശാലിനി പറഞ്ഞത്. വർക്കല കസ്റ്റഡി മർദ്ദനത്തിൽ പരാതിക്കാരന് സംസ്ഥാന സർക്കാരിൻ്റെ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഉത്തരവിറക്കിയത്. വർക്കല സ്റ്റേഷൻ SI PR രാഹുലിനെതിരായ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി. തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ ബീന മുരളി CPIയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടുകൊണ്ടാണ് രാജിവെച്ചതെന്ന് ബീന മുരളി അറിയിച്ചു. CPI തൃശൂർ മണ്ഡലം കമ്മിറ്റി അംഗമാണ്. ആലപ്പുഴയിലും വോട്ടർ പട്ടിക ക്രമക്കേടെന്ന് പരാതി. ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡിലെ ഗൗരി പാർവന രാജനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. മാനന്തവാടി നഗരസഭയിൽ UDFിൽ തർക്കം. തുടർന്ന് കോൺഗ്രസിന്റെ പയ്യമ്പള്ളി മണ്ഡലം സെക്രട്ടറി സ്ഥാനം പുത്തന്തറ നൌഷാദ് രാജിവെച്ചു. കോൺഗ്രസിന്റെ പ്രാഥമികത്തിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കുട്ടത്തിൽ വീണ്ടും കോൺഗ്രസ് വേദിയിൽ. പാലക്കാട് കണ്ണാടിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച ചടങ്ങിലാണ് രാഹുൽ എത്തിയത്. നേരത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലും രാഹുൽ പങ്കെടുത്തുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. CPI വിട്ട പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ശബരിമലയിൽ വൃശ്ചിക പുലരിയിൽ നടത്തിയ ആദ്യ നെയ്യാഭിഷേകം രാഷ്ട്രപതിയുടെ പേരിൽ സന്നിധാനത്ത് രാഷ്ട്രപതി എത്തിയിരുന്നത് തുലാമാസ പൂജ വേളയിൽ അന്ന് നെയ്യാഭിഷേകം നടത്താൻ സാധിച്ചില്ല. തുടർന്നാണ് ഇന്നലെയാണ് നെയ്യാഭിഷേകം നടത്തിയത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. ഒരു ഗുണഭോക്താവിന് ഇത്തവണ 3600 രൂപ ലഭിക്കും. നേരത്തെ കുടിശ്ശികയായി നിൽക്കുന്ന 1600 രൂപയും നവംബർ മാസം മുതൽ വർദ്ധിച്ച 2000 രൂപയും ചേർന്നാണ് ഈ തുക. ആലപ്പുഴ വണ്ടാനം ഗവൺമെൻറ് സെൻട്രൽ ആശുപത്രിയിൽ സീലിംഗ് അടർന്ന രോഗിയുടെ ദേഹത്ത് വീണു. എക്സ്റേ റൂമിന് മുന്നിലെ G-ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ആണ് 12 മണിയോട് അടർന്നു വീണത്. എക്സ്റേ എടുക്കാനെത്തിയ ആറാട്ടുപുഴ തറയിൽ കടവ് സ്വദേശി ഹരിതയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച് പരിക്ക് സാരമുള്ളതല്ല. തിരുവനന്തപുരം തക്കാട് സ്കൂൾ വിദ്യാർത്ഥി തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെടാൻ ശ്രമിച്ച യുവാവിന് കുത്തേറ്റ് മരിച്ചു. പേരൂർക്കട സ്വദേശി അനിലാണ് കുത്തേറ്റ് മരിച്ചത്. ഏകദേശം 30-ലധികം വിദ്യാർത്ഥികളുടെ സ്ഥലത്തുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള സംഘർഷമുണ്ടായിരുന്നു. വിദ്യാർത്ഥി തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ അലനും സുഹൃത്തുക്കളും ഇടപെട്ടതാകാം കത്തിക്കുത്തൽ കലാശിച്ചതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.